നിലത്തെ പൂഴിയെ ലേപമാക്കി കുരുടൻ്റെ കണ്ണുകളിൽ പുരട്ടിയ യേശുവിൻ്റെ അനുഗ്രഹീത വിരലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഇന്ന് രാവിലെ നമ്മുടെ ജീവിത പ്രയാസങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. ദൈവം നിശ്ചയമായി നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് കരം വെക്കും. അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് വലിയവനായ യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതം ഒരിക്കലും എല്ലാവർക്കും ഒരേ കാർഡുകൾ നൽകുന്നില്ല. ചിലർ ജനിക്കുമ്പോൾ തന്നെ മുൻപിലാണ്. ചിലർക്ക് അവർ തുടക്കം മുതൽ പോരാടേണ്ടി വരികയാണ്. ചിലർക്ക് അവസരങ്ങൾ അവരുടെ വാതിലിൽ വന്ന് ഇങ്ങോട്ട് തട്ടി വീഴും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരെത്ര തല തല്ലിയാലും വാതിലുകൾ അവരുടെ ജീവിതത്തിൽ തുറക്കാതെ പോകും. ചിലർ വളരെ ബുദ്ധിമുട്ടിയാലേ ചില അവസരങ്ങൾ അവർക്ക് കിട്ടുകയുള്ളൂ. ചിലർക്ക് പെട്ടെന്ന് കയ്യടി കിട്ടും. ചിലർക്ക് വിമർശനം മാത്രം നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ അവസാനം വിജയിക്കുന്നത് ഏറ്റവും നല്ല സാഹചര്യമുള്ളവരല്ല, ഏറ്റവും ശക്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധം ഒരു രോഗം നമ്മളിൽ വിതയ്ക്കുക എന്നുള്ളതല്ല, ഒരു ദാരിദ്ര്യമോ എതിർപ്പുകളോ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, നീ മുന്നോട്ട് പോകുന്നില്ല എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കലാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ അടവ് അത് തന്നെയാണ്. നിൻ്റെ കഥ ഇവിടെ അവസാനിച്ചുവെന്ന് അവൻ നിന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നീ ഇത്രയൊക്കെ ഉള്ളുവെന്ന് നിങ്ങളെ അവൻ അങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അത്തരത്തിൽ നുണകൾ മെനയുവാൻ, നമ്മുടെ മനസ്സിനകത്ത് തെറ്റായ ബോധ്യങ്ങളുടെ ഒരു വലിയ മല സൃഷ്ടിപ്പാൻ സാത്താന് പ്രത്യേകമായ ഒരു വൈദഗ്ധ്യം തന്നെയുണ്ട്. നിങ്ങൾക്കിനി പ്രതീക്ഷയില്ല എന്ന് നമ്മൾക്കുള്ളിൽ അവനിങ്ങനെ എപ്പോഴും പറയുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രിയമക്കളെ, നിങ്ങൾ ഒരു കാര്യം കേൾക്കുക. ഒരു വിത്ത് മണ്ണിൽ കിടക്കുമ്പോൾ ലോകം അതിനെ മരിച്ചതായി കണക്കാക്കും. പക്ഷേ ദൈവം അതിൽ ഒരു വനം തന്നെയാണ് കാണുന്നത്, ഒരു പൂക്കാലം തന്നെയാണ് കാണുന്നത്. ഒരു മനുഷ്യൻ തകർന്നു വീഴുമ്പോൾ ലോകം അവനെ അവസാനിച്ചവനായി തന്നെ കാണും. പക്ഷേ ദൈവം അവനെ ഒരു സാക്ഷ്യമായിട്ടാണ് കാണുന്നത്. ഒരു വാതിൽ അടയുമ്പോൾ ലോകം അതിനെ ഒരു പരാജയമായിട്ട് നോക്കിക്കാണും. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി തുറക്കലായി ആ സാഹചര്യത്തെ വിലയിരുത്തുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അന്തിമ റിപ്പോർട്ട് ഇതുവരെയും എഴുതപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യായം ഇനിയും അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം ഇനിയും പറയപ്പെടാത്തതാണ്. കർത്താവ് അത് രംഗപ്രവേശം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ച ഇനിയും ആരംഭിച്ചിട്ടില്ല. ദൈവം ഏറ്റവും നല്ലത് ഒരുക്കുകയാണ്. നിങ്ങൾ ഇന്നൊരു കാര്യം മാത്രം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ചിത്രമല്ല. ദൈവം ഒരു അധ്യായം മാത്രമേ തുറന്നിട്ടുള്ളൂ. അടുത്തൊരു സീസൺ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു മാറ്റത്തിന് നേരം ഒരുങ്ങി വരികയാണ്. ഇതൊരു നിമിഷത്തിൻ്റെ മുന്നോടിയായ വേള മാത്രമാണ്. കാരണം ദൈവം പ്രവർത്തിക്കുമ്പോൾ വർഷങ്ങളായുള്ള നിരാശ ഒരു നിമിഷത്തിൽ പ്രതീക്ഷയായി രൂപാന്തരപ്പെടും. വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഒരു നിമിഷത്തിൽ ഒരു സാക്ഷ്യമായി വെളിയിലേക്ക് വരും. വർഷങ്ങളായിട്ടുള്ള ഇരുട്ട് ഒരു പെട്ടെന്നൊരു നിമിഷത്തിൻ്റെ വെളിച്ചമായി അത് സൂര്യോദയം പോലെ നമ്മുടെ ജീവിതത്തിൽ തലപൊക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളോട് കർത്താവ് പറയുന്നു, തല ഉയർത്തി തന്നെ നിൽക്കുക. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. കാരണം നീ കാണുന്നത് നിൻ്റെ യാഥാർത്ഥ്യമായ ഒരു വലിയ കാഴ്ചയല്ല. ദൈവം കാണുന്നതാണ് നീ കാണേണ്ടത്. അത് ഒരുക്കപ്പെടുന്നതേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ മാത്രം വിലയിരുത്തിക്കൊണ്ട് ഞാൻ ഇതാണ് എന്ന് നാം നമ്മെ കുറിച്ച് ഉണ്ടാക്കി വെക്കുന്ന ചിത്രങ്ങളൊന്നും പൂർണ്ണതകളല്ല. നാം നമ്മുടെ വ്യക്തമായ അനുഭവങ്ങളുടെ മാത്രം തരത്തിൽ വലിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാതെ സ്വയം കണ്ടെത്തുന്ന ചെറിയ ചെറിയ ബോധ്യങ്ങൾ അത് നമ്മളെ ഒരു അന്ധനെ പോലെ മാത്രമാണ് ഇരുത്തുന്നത്. യോഹന്നാൻ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ വചനങ്ങൾ ആരംഭിക്കുന്നത് ഒരു സൗഖ്യത്തിൻ്റെ സാഹചര്യം പറഞ്ഞല്ല, ഒരു ചോദ്യത്തിലൂടെയാണ്. യേശുവിൻ്റെ ശുശ്രൂഷാകാലത്ത് കർത്താവ് നടന്നു പോകുമ്പോൾ പെരുവടിയിലിരിക്കുന്ന അന്ധനായൊരു മനുഷ്യനെ കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ കർത്താവിനോട് ചോദിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. റബി, ആരാണ് പാപം ചെയ്തത്? ഇവനാണോ ഇവൻ്റെ മാതാപിതാക്കളാണോ? നമ്മുടെ അവസ്ഥ കാണുമ്പോൾ പലർക്കും ചോദ്യങ്ങളുണ്ടായേക്കാം. ഇത് ശിഷ്യന്മാരുടെ മാത്രം ചോദ്യമല്ല, മനുഷ്യരാശിയുടെ ചോദ്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആകുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് മാത്രം ഈ ഗതി വന്നത്? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത്? എൻ്റെ ബിസിനസ്സിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മനുഷ്യൻ അനുഭവിക്കുന്ന 1000 പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് ചോദ്യങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന പലപ്പോഴും സംഭവിച്ച കാര്യങ്ങളല്ല, പകരം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഉത്തരം വ്യക്തമായി ലഭിക്കാത്തതിനാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വലയുന്നത്, വിഷമിക്കുന്നത്. വേദനയുടെ ആദ്യ പ്രതികരണം മനുഷ്യ മനസ്സിനകത്തൊരു പ്രതിസന്ധി നേരിടുമ്പോൾ സാധാരണയായി അവൻ കാര്യങ്ങളെ
അന്വേഷിക്കും. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുവാൻ എന്താണ് എൻ്റെ കാരണം? എൻ്റെ ജീവിതത്തിൽ ഇത് വരുവാനുള്ള കുറ്റക്കാരായിരിക്കുന്ന വ്യക്തികൾ ആരാണ്? എൻ്റെ പൂർവികരാണോ? എൻ്റെ മാതാപിതാക്കളാണോ? അതോ ഞാൻ എൻ്റെ ജീവിത പെരുമാറ്റ നിമിത്തം വേദനിക്കപ്പെട്ട ഏതൊക്കെയോ വ്യക്തികൾ നിമിത്തമാണോ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത്? എങ്ങനെ എനിക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയും? എനിക്ക് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയും? എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും പ്രതീക്ഷയുടെ മാർഗങ്ങളുണ്ടോ? കാരണം കിട്ടിയാൽ നാം തൃപ്തരാകും, കിട്ടിയില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഉടനെ കാരണം അന്വേഷിച്ചത്. അവർക്ക് ആ സൗഖ്യമല്ല വേണ്ടിയിരുന്നത്, പകരം ആദ്യം അവർക്ക് വിശദീകരണം വേണമായിരുന്നു. പലരും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു പരിഹാരത്തെക്കാൾ അപ്പുറത്ത് ആദ്യം തിരയുന്നത് ഒരു വിശദീകരണമാണ്. ജീവിതം തകർന്നു പോകുമ്പോൾ നാം ആദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്? ദൈവം പലപ്പോഴും ആദ്യം നൽകുന്നത് എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്ന, എന്നെ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു ശാന്തമായ പ്രതികരണമാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും വിശ്വാസിക്കാൻ കഴിയാത്ത നിലയിൽ ഭയം അതിൻ്റെ യഥാർത്ഥ സ്വഭാവവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ഒരു സാഹചര്യത്തിൽ ഭയത്തെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കുക നിർവാഹമില്ല. ഭയമെന്ന് പലരും കരുതുന്നത് ധൈര്യത്തിൻ്റെ അഭാവമാണെന്നാണ്. എന്നാൽ അതല്ല. ഭയമെന്ന് പറയുന്നത് ഭാവിയുടെ ഒരു നെഗറ്റീവ് ചിത്രമാണ്. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പേടിപ്പിക്കുന്ന ഒരു റീലാണ് ഭയമെന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം ഒരു സിനിമ മനസ്സിൽ ഓടുന്നത് പോലെ സങ്കല്പിക്കുക. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ അതിനകത്തേക്ക് മനസ്സ് മുൻപേ അനുഭവിപ്പിക്കുകയാണ്. നിനക്ക് അങ്ങനെ വരും, നിനക്ക് ഇങ്ങനെ വരും, നിന്റെ ജീവിതം ഇങ്ങനെയായിത്തീരും. ഇന്നൊരാൾ ആകമാനം അനുഭവിക്കുന്ന മുഴുവൻ ആകുലതകളുടെ 95% കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വരാത്തതുമായ വിഷയങ്ങളാണ്. 5% യാഥാർത്ഥ്യങ്ങളും 95% വ്യാജമായിരിക്കുന്ന ഇമാജിനേഷൻസുമാണ് എല്ലാവരെയും ഭീരുക്കളാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പലർക്കും യാഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ അവരുടെ ചിന്തകളിലാണ് അവർ സ്വരുക്കൂട്ടിയെടുക്കുന്നത്. ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർ മനസ്സിൽ 100 രോഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിന് മുമ്പ് തന്നെ അവർ മനസ്സിൽ 100 പരാജയങ്ങളെയാണ് കാണുന്നത്. ഒരു ബന്ധം തകരുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ 100 നഷ്ടങ്ങളെ അവർ അനുഭവിക്കുകയാണ്. മനുഷ്യൻ ഒരു അദൃശ്യമായ യുദ്ധഭൂമിയിൽ കാലങ്ങളായി തൻ്റെ ഭാവനയിലെ യുദ്ധങ്ങളെ നേരിടുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ ഭൂമിയിലെ ഏതെങ്കിലുമൊക്കെ കോണിലല്ല നടക്കുന്നത്, അത് മനുഷ്യ മനസ്സുകളിലാണ് നടക്കുന്നത്. അനേകം ചരിത്ര വിജയങ്ങൾ ആദ്യം മനുഷ്യരുടെ ചിന്തകളിൽ ജനിച്ചതുപോലെ തന്നെ അനേക പരാജയങ്ങളും നമ്മുടെ ഭാവി പലപ്പോഴും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, നമ്മുടെ ചിന്തകളിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭയം പലപ്പോഴും വിശ്വസിക്കുക എന്ന് പറയുന്ന ധാരണയ്ക്ക് വിരോധമായി നമ്മളെ ചലഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ ദൈവം പറയുന്നത് ചോദ്യങ്ങളുടെ പുറകെ പോവുക എന്നുള്ളതല്ല. എന്നെ വിശ്വസിക്കുക, ഞാൻ ആ കാര്യം ക്രമീകരിക്കാം. നിങ്ങൾക്ക് ആൻസർ ഇല്ലാത്ത ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നിന്നുണ്ടോ? നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വയ്യാത്തൊരു വേദന ഇന്ന് രാവിലെ നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് അതിൻ്റെ മൂലകാരണം നിങ്ങൾ തേടി അസ്വസ്ഥമാകാതെ എന്നെ വിശ്വസിക്കുക, എന്നിൽ ഇത് കാര്യം ഏൽപ്പിക്കുക, ഞാനത് നോക്കിക്കൊള്ളാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക എന്ന് ബൈബിൾ നമ്മളോട് പറയുന്നു. അവൻ നിന്നെ പുലർത്തും എന്ന് പറയുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വൈകിപ്പോയി എന്ന് പറയാതെ, വൈകിപ്പോകുന്നതിൻ്റെ വേദന പലപ്പോഴും ഏതൊരു ശാരീരിക വേദനയെക്കാളും വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജന്മനാ കുരുടനായ മനുഷ്യൻ എത്ര വർഷം കാത്തിരുന്നിട്ടുണ്ടാകും? ബൈബിൾ അതിനെ കണക്കൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഒരു ദിവസമല്ല കാത്തിരുന്നത്, ഒരാഴ്ചയല്ല അവൻ കാത്തിരുന്നത്, ഒരു മാസമല്ല അവൻ കാത്തിരുന്നത്, വർഷങ്ങൾ പോയി. ഇവിടെയാണ് പലരും തകർന്നു പോകുന്നത്. വേദനയിലല്ല, കാത്തിരിപ്പിലാണ് എല്ലാവരും തകരുന്നത്. എന്തുകൊണ്ട് ഈ കാത്തിരിപ്പ് ഇത്ര കഠിനമാകുന്നു? കാരണം കാത്തിരിപ്പ് നമ്മുടെ നിയന്ത്രണങ്ങളെ എടുത്തു കളയുന്നുണ്ട്. മനുഷ്യർ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ചിലരെക്കുറിച്ച്, ചേരപ്പാമ്പിൻ്റെ സ്വഭാവം അടങ്ങിയിരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാത്തിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ്. ഒന്നെങ്കിലും ചെയ്യുവാൻ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ജീവിതം നമ്മെ നിർത്തിവെക്കുവാൻ തയ്യാറാകും. പലപ്പോഴും ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ വിടാതെ പിടിച്ചിരുത്താൻ തയ്യാറാകും. അപ്പോൾ നേരിടേണ്ടി വരുന്നത് സാഹചര്യങ്ങളെയല്ല, സ്വയം തന്നെയാണ്. നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കൈയും കാലും ഓടാൻ തയ്യാറാകും. നമ്മുടെ കൈകൾ ചിലതിനെ പിടിച്ചടക്കുവാൻ വ്യഗ്രത കാണിക്കും. നമ്മുടെ നാവ് പലതും പറയാനായി വ്യഗ്രത കൂട്ടും.
പൊട്ടും. പക്ഷേ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നുള്ള വചനം നമുക്കറിയാമെങ്കിലും ആ വചനം നമുക്കപ്പോൾ പാലിക്കാൻ കഴിയാതെ പോകും. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് രാവിലെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള ഓട്ടത്തിലല്ല നാം ആയിരിക്കേണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുക, ഭയങ്ങളെ ഒഴിവാക്കുക, കാത്തിരിപ്പിൻ്റെ നടുവിൽ ഇറങ്ങി പുറപ്പെടുക എന്നുള്ള വല്ലാത്ത കുത്തിത്തിരിപ്പൻ ചിന്തകൾ ഉയരിൽ ഇങ്ങനെ അകത്ത് ഉദിച്ചു വരുമ്പോൾ അതിനോട് സമാധാനമായി ഇരിക്കുക എന്ന് പറയുവാൻ തയ്യാറാകുക. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം നൽകി. പക്ഷേ പിന്നെ വർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. അബ്രഹാം കാത്തിരുന്നു, മോശ കാത്തിരുന്നു, ദാവീദ് കാത്തിരുന്നു, ജോസഫ് കാത്തിരുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ പരിശീലന കളരിയാണ് ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നിരാശ കയറി വരുന്നത്. നിരാശ എന്ന് പറയുന്നത് പ്രത്യാശ കൈവിടപ്പെടുന്നതല്ല, പ്രതീക്ഷ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. ആമേൻ. ഇവിടെയാണ് കാര്യങ്ങൾ വ്യത്യസ്തമായി നാം ചിന്തിക്കേണ്ടത്. ചിലപ്പോൾ മനുഷ്യർക്ക് പ്രതീക്ഷ കാണാനാകില്ല, അവൻ എപ്പോഴും മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവമെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുവാൻ സന്നദ്ധനാണ്, മതിയായവനാണെന്നുള്ള ഉറപ്പോടുകൂടെ, നിരാശ കയറാതെ പ്രത്യാശയോടുകൂടെ ക്ഷമയോടുകൂടെ കാത്തിരുത്താൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവിൻ്റെ വിരൽപ്പാടിനാൽ അവിടുന്ന് എൻ്റെ കണ്ണുകളിൽ തൻ്റെ തുപ്പലും മണ്ണും ചേർത്തുള്ള ലേപം ചേർക്കുവാനായിട്ടുള്ളതായ ക്രമീകരണം ഒരുങ്ങപ്പെടുന്നു എന്നുള്ള നിലയിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് എക്സ്പ്ലനേഷൻസ് നൽകുക എന്നുള്ളതല്ല, പകരം ദൈവപ്രവൃത്തിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ പിന്നിലായി പോയി എന്നുള്ളതായ ഒരു ഭ്രമം ഇന്നത്തെ സമൂഹത്തിൽ വലിയൊരു സമ്മർദ്ദമാണ് എല്ലാവർക്കും സൃഷ്ടിക്കുന്നത്. അവൻ വീട് വാങ്ങി, അവർക്ക് ബിസിനസ് സക്സസ് ആയി, അവർ വിദേശത്തേക്ക് പോയി, അവർ പ്രശസ്തരായി, എന്നാൽ എനിക്കൊന്നും കഴിയുന്നില്ല, ഞാൻ ഇങ്ങും എത്തിയിട്ടില്ല. അവർക്ക് അങ്ങനെയായി, ഇവർക്ക് ഇങ്ങനെയായി, അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു, എൻ്റെ കാര്യം മാത്രം എങ്ങും എത്തിയിട്ടില്ല. ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്ന അടുത്ത ശത്രുത നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. ഞാനിപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിരാശയെക്കുറിച്ച് പറഞ്ഞു, ഭയത്തെക്കുറിച്ച് പറഞ്ഞു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ കാത്തിരിക്കാൻ പോലും കഴിയാതെ വിധം ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുവാൻ വ്യഗ്രത കൂട്ടുന്ന നമ്മുടെ മനുഷ്യ മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നാം നേരിടേണ്ടി വരുന്ന ശത്രു താരതമ്യമാണ്. അവരും ഇവരുമായി നാം നമ്മളെ തന്നെ കമ്പയർ ചെയ്യുകയാണ്. അവിടെ വേണ്ടാത്ത സങ്കടങ്ങൾ നാം നമ്മുടേതാക്കി മാറ്റുകയാണ്. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ ഈ കുരുടന് മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിരുന്നിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ തകർന്നു പോയേനെ. പക്ഷേ യേശു അവനെ മറ്റൊരാളുമായി താരതമ്യം ചെയ്തില്ല. അവൻ്റെ ജീവിതവുമായി മാത്രമാണ് കർത്താവ് ഇടപെട്ടത്. ഒന്ന് ഞാൻ പറയാം, ഞാൻ ആയിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകുക. മറ്റൊരാളെ പഴിചാരാതെ കർത്താവ് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ഈ വിഷയത്തിൻ്റെ അകത്തെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ജാഗ്രത പുലർത്തുക. ചരിത്രത്തിലെ എല്ലാ വിജയങ്ങളെയും നോക്കൂ. അവരവരുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് മഹാന്മാരായ വിജയിച്ച പല മനുഷ്യന്മാരും ഇറങ്ങി വന്നിട്ടുള്ളത്. അവരൊരു പ്രത്യേക രഹസ്യത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. പ്രശ്നങ്ങളെക്കാൾ വലിയൊരു ദർശനമാണ് ആ കാലഘട്ടങ്ങളിൽ അവരിൽ നിന്ന് ദൈവം കടഞ്ഞെടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നാം ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു ഓയിൽ പ്രോസസ്സ് ചെയ്യുന്നൊരു പദ്ധതിക്കകത്തേക്ക് ഏതൊരു കായയും അതിനെ അടർത്തിയെടുത്ത് അതിൻ്റെ കാമ്പിനെ വെയിലത്ത് വെച്ച് ഉണക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. പിന്നീടാണ് അത് ചക്കിലേക്ക് എത്തുന്നത്, പിന്നീടാണ് അത് എണ്ണയായി തീരുന്നത്. ഇല്ലായെങ്കിൽ ആദ്യം വെറും ഒരു കറ മാത്രമേ കിട്ടുകയുള്ളൂ. കേവലം കറ മാത്രമായി ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിന് അതീതമായിട്ട് കാലപ്പഴക്കം ചെന്നാലും മനുഷ്യ ജീവിതത്തിൽ മൃദുലതകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു തൈലമായി മാറുന്നത് ഒരു പ്രത്യേക പ്രോസസ്സിലൂടെയാണ്. ദൈവം നമ്മളെ പല കാര്യങ്ങളിലേക്കും പെട്ടെന്ന് വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നതിന് പുറകിൽ ഒരു വലിയ കാര്യപ്രവൃത്തിയുടെ ഒരുക്കത്തിൻ്റെ ഇടപെടലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു പ്രശ്നത്തെക്കാൾ മുൻപേ ദർശനത്തെ കടഞ്ഞെടുക്കുന്ന ഒരു സമീപനം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുണ്ട്. പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെ നോക്കിക്കരയാനല്ല, കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ളതായ ആ അവസ്ഥകളെ നോക്കി വേദനിക്കുവാനല്ല. കർത്താവ് നമ്മളോട് പറയുന്നു, വെയിറ്റ് ചെയ്യുക, ദൈവപ്രവൃത്തി നിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. പലപ്പോഴും ഞാൻ നല്ലവനായിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കുമായിരുന്നില്ല എന്നുള്ള ഒരു കുറ്റബോധം പലരെയും അലട്ടുന്നുണ്ട്. അവര് കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചതെന്നുള്ളൊരു കയ്പ് പലരെയും അലട്ടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലൊന്നും മാറാൻ പോകുന്നില്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു നിരാശ പലരെയും ബാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, ഈ 3 ജയിലുകളിലാണ് അനേകർ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് ആ 3 ജയിലുകളുടെയും താക്കോൽ കർത്താവ് എടുത്തു മാറ്റുകയാണ്. യേശുവിൻ്റെ അത്ഭുതകരമായൊരു മറുപടി ശിഷ്യന്മാരുടെ നേരെ വരികയാണ്. ശിഷ്യന്മാർ ചോദിച്ചു, ആര് കാരണമാണ്? യേശു പറഞ്ഞു,
ഇതാര് കാരണമെന്നുള്ളതായി ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ് ഈ കാര്യം ഇങ്ങനെ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, യേശു എല്ലാ വേദനകൾക്കും ഒരു കാരണം വിശദീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ യേശു ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. നിങ്ങളുടെ കഥ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെടുന്ന ഒരു ചാപ്റ്റർ ദൈവം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവസാന അധ്യായമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു പുസ്തകത്തിൻ്റെ മധ്യഭാഗം മാത്രം വായിച്ചാൽ കഥ മനസ്സിലാകുകയില്ല. ഒരു സിനിമയുടെ നടുവിൽ കയറിയിരുന്ന് കണ്ടാൽ അതിൻ്റെ അവസാനം അറിയില്ല. അതുപോലെയാണ് ജീവിതവും. പലരും ഇപ്പോൾ ജീവിക്കുന്നത് അവരുടെ കഥയുടെ നടുവിലാണ്. അവരുടെ അവസാനത്തെ വിധി ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ അത് അപകടമാണ്. കാരണം ദൈവം എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് ഇനി ഒരിക്കലും ശരിയാകില്ല എന്ന് പറയരുത്. ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇപ്പോഴത്തെ അവസ്ഥയെ നിങ്ങളുടെ അന്തിമ റിപ്പോർട്ടായി നിങ്ങൾ ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനയെ നാളത്തെ വിധിയായി നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ പരാജയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർവചനങ്ങളാക്കി മാറ്റരുത്. നിങ്ങൾ ഇത് നിശ്ചയമായി ചെയ്യുക. ഓരോ ദിവസവും സ്വയം ചോദിക്കുക, കർത്താവേ, ഞാനിപ്പോൾ കാണാത്ത എന്തെങ്കിലും ഒരു കാര്യം ദൈവമേ നീ എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടോ? ഈ ചോദ്യം മനുഷ്യനെ ജീവനോടെ നിലനിർത്തുന്നു. ഈ ചോദ്യം പ്രത്യാശയെ സംരക്ഷിക്കുന്നു. ഈ ചോദ്യം വിശ്വാസത്തെ ഉണർത്തുന്നു. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നല്ലതല്ലാത്തതൊന്നും ചെയ്യുകയില്ല. യോഹന്നാൻ 9 ഈ കുരുടൻ്റെ ജീവിതത്തിനകത്ത് ഒരു വഴിത്തിരിവ് സംഭവിക്കുകയാണ്. കഥ മാറാൻ പോകുന്നു. ശിഷ്യന്മാർ കാര്യം അന്വേഷിച്ചു. ജനങ്ങൾ നോക്കി നിൽക്കുന്നു. കുരുടൻ കാത്തിരിക്കുന്നു. പക്ഷേ യേശു പ്രവർത്തിക്കാൻ പോകുന്നു. ഈ ഒരു പ്രതികരണം എല്ലായിടത്തുമുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ നോക്കി നിൽക്കുന്നു, ഒരു കൂട്ടം ആൾക്കാർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൻ്റെ ഗുണഭോക്താവാകേണ്ട ആൾ കാത്തിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്ന് നിൽക്കുന്നു. ഒരത്ഭുതം ചെയ്യുവാൻ മാത്രമല്ല യേശു തയ്യാറാകുന്നത്, മനുഷ്യരാശിയുടെ ആഴമുള്ളൊരു രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. നിലത്ത് ചേറുണ്ടാക്കി കുരുടൻ്റെ കണ്ണിൽ പുരട്ടി. അതോടെ എല്ലാ ചോദ്യങ്ങൾക്കും അന്ധതയ്ക്കും ഒരുപോലെ ഉത്തരമായി. ഞാൻ പറയട്ടെ, പലരുടെ ചോദ്യങ്ങൾക്കും ആ മനുഷ്യൻ്റെ കാത്തിരിപ്പിനും അവനെ ബാധിച്ചിരുന്ന അന്ധതയ്ക്കും യേശു ചെയ്ത ഈ ഒരു പ്രവൃത്തി ഒരുപോലെ ഉത്തരമായി മാറി. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ പ്രവൃത്തിയിലൂടെ ഉത്തരം നൽകുവാൻ ഈ ലോകത്ത് സമർത്ഥനായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതെൻ്റെ കർത്താവായ യേശുവാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. ഈ ലോകത്ത് ഒറ്റ പ്രവൃത്തിയിലൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ സമർത്ഥനായ ഒരേ ഒരാൾ, അത് എൻ്റെ കർത്താവായ യേശു മാത്രമാണ്. ആരുടെ പാപമാണിത്? ചോദ്യം ചോദിച്ചവർക്ക് സ്വർഗത്തിൻ്റെ മറുപടി വന്നു, ഇത് ശാപമല്ല, ദൈവമഹിമയുടെ പൂക്കാലം വരാൻ പോവുകയാണ്. ഭൂമിയിലെ മണ്ണെടുത്ത് സ്വർഗത്തിൻ്റെ സ്പർശം ചേർത്തു. ചെളിയെന്ന് ലോകം കണ്ടത് അവൻ കൃപയുടെ ലേപമാക്കി മാറ്റി. ഹല്ലേലൂയ! ചെളിയെന്ന് ലോകം വിളിച്ചതിനെ യേശു ദൈവകൃപയുടെ ലേപനമാക്കി മാറ്റി. ഹല്ലേലൂയ! പെരുവഴിയിൽ യാചിച്ചിരുന്നവൻ്റെ കണ്ണിൽ കർത്താവ് അതിനെ സ്നേഹത്തോടെ തൊട്ടു. ഹല്ലേലൂയ! അവൻ തീർത്തത് മണ്ണല്ല, ഒരു പുതിയ പ്രഭാതമാണ്. രാത്രിയെ പകലാക്കുന്ന ഒരു പുതിയ പ്രഭാതം. യേശു നക്ഷത്രങ്ങളെ മാത്രമല്ല വിതച്ചത്, യേശു അവൻ്റെ കണ്ണിൽ ഒരു സൂര്യോദയത്തെ തന്നെ മെനഞ്ഞു. ഹല്ലേലൂയ! രാത്രിക്ക് ശേഷം പുലരുന്ന പകലുപോലെ അവൻ്റെ കണ്ണുകളിൽ കർത്താവ് സൂര്യ തേജസ്സിനെ വിളിച്ചുണർത്തി. എന്നിട്ടൊരു വാക്ക്, പോയി കഴുകുക. അത്രമാത്രം യേശു പറഞ്ഞു. അവൻ നടന്നു. ഇരുളിൻ്റെ വഴിയിലൂടെ പ്രതീക്ഷയുടെ ആ വിറയുന്ന കാലടികളോടുകൂടെ കാണാത്ത വെളിച്ചത്തെ വിശ്വസിച്ചുകൊണ്ട് അറിയാത്ത നാളെയെ തേടി ആ കുരുടൻ നടന്നു. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ജീവിതത്തിൻ്റെ ഇരുണ്ട നീണ്ട വഴികളിലൂടെ പ്രതീക്ഷയുടെ ആ വിറയ്ക്കുന്ന കാലടികൾ മുന്നോട്ട് വെച്ച് കാണാത്ത വെളിച്ചത്തെ വിശ്വസിച്ച് കേട്ട വാഗ്ദത്തത്തെ ഉറച്ച് ദൈവം കൈവിടില്ലെന്നുള്ള ബോധ്യത്തെ ഊന്നുവടി പോലെ പിടിച്ച് അറിയാത്തൊരു നാളെയെ തേടി നടന്ന കുരുടനെ പോലെ ഇന്ന് രാവിലെ നീ മുന്നോട്ടേക്ക് പോകുക. ജലത്തിൽ ആ മുഖം തൊട്ട ആ നിമിഷം ഭൂമി ആദ്യമായി അവൻ്റെ മുമ്പിൽ വിരിഞ്ഞ് തുറക്കുകയാണ്. ആകാശം ആദ്യമായി അവൻ്റെ മുമ്പിൽ തുറന്നു വരികയാണ്. പൂക്കൾ ആദ്യമായി അവനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. മനുഷ്യരുടെ മുഖങ്ങൾ അവനെ ആദ്യമായി നോക്കി സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കുകയാണ്. അവനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. കേവലം കണ്ണുകൾ മാത്രമല്ല തുറന്നത്, ഒരു ലോകം അന്ധനായവൻ്റെ മുമ്പിൽ ഇതാ തുറക്കുകയാണ്. ഒരു പുതിയ ലോകം തുറക്കുകയാണ്. ദൈവമക്കളെ, ഇന്നും എത്രയോ ഹൃദയങ്ങൾ അന്ധമായി തന്നെ കരയുന്നു. ഇന്നും എത്രയോ ജീവിതങ്ങൾ ഇരുളിൽ തന്നെ തപ്പിത്തടയുന്നു. എന്നാൽ നസ്രായനായ യേശുവിൻ്റെ കൈകൾ ഇന്നും മണ്ണിനെ അത്ഭുതമാക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ മുത്തുകളാക്കാൻ അവൻ വരികയാണ്. നിങ്ങളുടെ ഇരുളിനെ പ്രഭാതമാക്കാൻ അവൻ വരികയാണ്. കാരണം യേശു സ്പർശിക്കുമ്പോൾ ശാപങ്ങൾ പോലും ഗാനങ്ങളായി മാറും. യേശു സ്പർശിക്കുമ്പോൾ ചെളി പോലും അഭിഷേകമാകും. അന്ധത പോലും വെളിച്ചത്തിൻ്റെ ജന്മഗീതമായി മാറും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനബോധ്യത്തിൻ്റെ ശക്തമായ ഉറപ്പിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അങ്ങ് കൊണ്ടുപോയ വഴികളിൽ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്. എത്ര
ദോഷങ്ങളും സങ്കടകരമായതും വിവരിക്കാൻ പറ്റാത്തതുമായ പ്രാണസങ്കടങ്ങളിൽ ഞങ്ങളായിത്തീർന്നെങ്കിലും ഇത് ഞങ്ങൾക്ക് പുതിയൊരു ദൈവപ്രവൃത്തിയുടെ നാഴികയാണ്. കർത്താവ് ഞങ്ങളുടെ ലൈഫിനെ ആഴമായി തൊട്ടുണർത്തുന്ന സവിശേഷമായൊരു പുതിയ ദൈവനിയോഗത്തിൻ്റെ സന്തുഷ്ട നേരമാണ്. എൻ്റെ പൊന്നു കർത്താവേ, അങ്ങയുടെ പൊന്നോമന മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ സ്വർഗം ഒരു പുതിയ കാഴ്ചപ്പാട് തുറന്നിരിക്കുകയാൽ, ഒരു പുതിയ അധ്യായം ഓപ്പൺ ചെയ്തിരിക്കുകയാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവരുടെ ജീവിതം വലിയ സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടെ മുൻപോട്ടേക്ക് പോകട്ടെ. പ്രാർത്ഥിച്ച ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. സഭയുടെ ഭാഗമാകാനും ദൈവകൃപ അനുഭവിക്കുവാനും സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ ക്ഷണിക്കട്ടെ. ഈ ദിനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വലിയവനായ യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും യേശുനാഥൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.